പരിണാമ സിദ്ധാന്തം എന്ന് പറയുമ്പോ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കുരങ്ങന്മാരും മനുഷ്യരും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ചിത്രമാണല്ലേ? ശരിക്കും കുരങ്ങനിൽ നിന്നാണോ മനുഷ്യനുണ്ടായത്? പിങ്കിമോള് പറ. അതെ മിസ്സേ, കുരങ്ങനിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായത്. ഇനി കണ്ണാപ്പി പറ. മെൻഡോസിന്റെ പരസ്യത്തിലൊക്കെ അങ്ങനെയാണ് മിസ്സേ ഉള്ളത്. നിന്നോട് മെൻഡോസിന്റെ പറിച്ചു ആരെങ്കിലും ഇവിടെ ചോദിച്ചോ? അപ്പൊ എല്ലാരും പഠിച്ചു വെച്ചേക്കുന്നത് കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്നാണല്ലേ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. കുരങ്ങനും മനുഷ്യനും ഉണ്ടായത് ഒരു പൊതു പൂർവികരിൽ നിന്നുമാണ് കേട്ടല്ലോ. ആരും ഇനി അത് തെറ്റിക്കരുത് കേട്ടോ. ഇതാരാ ഇങ്ങനെ സംസാരിക്കുന്നേ? നീതുമോൾ, അമ്പതാ, രണ്ടാളോ എണീറ്റ് നിന്നേ. അയ്യോ, നമ്മളെ മിസ് പൊക്കിയടി. ഞാൻ ഇത്ര സമയം എന്താ ഇവിടെ പറഞ്ഞോണ്ടിരുന്നേ? നീതുമോൾ പറ. മിസ്, അത് പിന്നെ 2 ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ വർത്താനം പറഞ്ഞിരിക്കുന്നു. അമൃത പറ. മിസ്സേ, മനുഷ്യനെയും കുരങ്ങനെയും കുറിച്ചാ മിസ് പറഞ്ഞോണ്ടിരുന്നേ. ഏത് കുരങ്ങൻ? മനുഷ്യന്മാരും കുരങ്ങും ഉണ്ടായത് ഒരു പൊതു പൂർവികരിൽ നിന്നുമാണ്. വെരി ഗുഡ്. നീതുമോൾ, ഇതൊരു 5 പ്രാവശ്യം എഴുതിയിട്ട് നാളെ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടല്ലോ. എന്റെ കൂടെ വർത്താനം പറഞ്ഞിരുന്നിട്ട് നീ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നല്ലേ?